പ്ലാൻ ഫണ്ട് ഉള്ളത്. ഇതുവരെ കിട്ടിയത് 14 കോടി രൂപയാണ്. പ്ലാൻ ഫണ്ടിൽ കൊടുക്കുന്ന പണം പോലും സർക്കാർ ഇതുവരെ കൊടുത്തിട്ടില്ല. 2 നോൺ പ്ലാൻ ഫണ്ടിലുള്ളത് 8.5 കോടി രൂപയാണ് കൊടുക്കുന്നത്. അത് 9 ആക്കി. ഇപ്പം 12 കോടി രൂപയാണ് യൂണിവേഴ്സിറ്റിയുടെ ചെലവ്. അപ്പൊ സർക്കാർ അത് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞത് ശമ്പളം പോലും കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ട്. ആവർത്തിച്ച് ചോദിച്ചിട്ടും സർക്കാർ കൊടുക്കണ്ട. പിന്നെ എങ്ങനെയാണ് കുട്ടികൾക്ക് കൊടുക്കുക? ഏത് ഫണ്ടിൽ നിന്ന് കൊടുക്കും? പിന്നെ ഇതിലൊരു പ്രശ്നം കൂടി ഉണ്ട്. ഈ ഓൺ ഫണ്ടിൽ നിന്ന് ഈ സർവകലാശാലയുടെ അധ്യാപകരുടെ TA, മറ്റ് ഇവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷറിയസ് ആയിട്ടുള്ള ജീവിതങ്ങൾക്കപ്പുറത്തേക്ക് ഈ വിദ്യാർത്ഥികളെ പരിഗണിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇത് തന്നെയാണ് സർവകലാശാലകളിലെ പലയിടങ്ങളിലും ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ പറയുന്നു പ്ലാൻ ഫണ്ട് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ധാരണയില്ലാത്ത കാര്യമല്ല. അതെങ്ങനെയാ സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. ഈ കേരളത്തെ ശ്വാസം മുട്ടിച്ച ഈ പറഞ്ഞ ധനകാര്യ കാര്യത്തിലുള്ള ഉപരോധങ്ങൾ നമുക്കറിയുന്നതല്ലേ, ഇപ്പോഴും തുടരുകയല്ലേ. എത്ര കോടിക്കണക്കിന് രൂപയാണ് കേന്ദ്ര സർക്കാർ നൽകാനുള്ളത്? അത് നമ്മൾ മൗനിയായി തുടരുകയാണ്. അത് പറയാൻ നമ്മൾ തയ്യാറല്ല. ഏഷ്യാനെറ്റ് ന്യൂസും തയ്യാറല്ല. അത് പറയില്ല. പറയാനുള്ളത് ഇപ്പുറത്തെ കാര്യം മാത്രം. ഇത് കൊടുത്തില്ല. എന്താ കൊടുക്കാഞ്ഞത്? കൺകറന്റ് ലിസ്റ്റിലാണല്ലോ വിദ്യാഭ്യാസ മേഖല. കൺകറന്റ് ലിസ്റ്റിലെ വിദ്യാഭ്യാസ മേഖലയിൽ തരാനുള്ള പണം എന്താ തരാത്തത് കേന്ദ്ര സർക്കാരെ എന്ന് ചോദിക്കണം. എന്നിട്ട് ഇങ്ങോട്ട് ചോദിച്ചാൽ ഞങ്ങളും കൂടി പറയാം. അപ്പോൾ ഈ നിലനിൽക്കുന്ന പ്രശ്നം പ്രത്യേകമായി നിലനിൽക്കുന്നുണ്ട്. അത് ബോർഡ് ഓഫ് മാനേജ്മെന്റിലെ കൊടുക്കാൻ കഴിയുന്ന പണമാണ്. അത് കണ്ടെത്തി ഇപ്പോ ഈ പ്രശ്നത്തെ പരിഹരിച്ചേ മതിയാവും. ഇപ്പൊ ചെയ്യാൻ കഴിയുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് പ്ലാൻ ഫണ്ട് ഉൾപ്പെടെയുള്ള പണം സ്വാഭാവികമായും വരുന്ന കാലഘട്ടത്തിൽ ഇവിടെ പൂർണ്ണമായും ലഭിക്കാൻ ആവശ്യകരമായുള്ള ഇടപെടലും ഞങ്ങൾ നടത്തുമെന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. കേന്ദ്രം കൊടുക്കാനുള്ള പണം കൊടുക്കാനുണ്ട്, അത് ശരിയാണ്. പക്ഷെ അപ്പോഴും സംസ്ഥാനം കൊടുക്കാനുള്ള പണം പൂർണ്ണമായി കൊടുത്തില്ല. അതിൽ 1/3 പോലും കിട്ടിയിട്ടില്ല. അതാണ് ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകർ നിങ്ങളോട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ കൺകറന്റ് ലിസ്റ്റിലും UGC ഉൾപ്പെടെ തരാനുള്ള ഫണ്ടുകൾക്കുൾപ്പെടെ ഇപ്പോഴും സ്റ്റക്കാണ്. തന്നിട്ടില്ല. തരാൻ കഴിയാത്ത ഒരുപാട് മാനദണ്ഡങ്ങൾ വെച്ചിട്ടും നമ്മൾ അതൊക്കെ ഫുൾഫില്ല് ചെയ്തിട്ടും പണം തരുന്നില്ല. അപ്പൊ അതെന്താണ്? അതൊരു വൈരാഗ്യമാണ്. ഇല്ലാത്ത അവർ തരേണ്ട പണത്തിൽ നിന്ന് കൊണ്ടുവന്നാലേ ഇത് കൊടുക്കാൻ പറ്റൂ. ആ ഒരു വൈരാഗ്യ മനോഭാവം കേരളത്തോട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് കേരളത്തിലെ സർവകലാശാലകൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ലോക്ക്ഡൌണിലിരുന്ന് ഗവർണർ എന്ത് ചെയ്യുന്നു? ഇവിടെ നിയമനങ്ങൾ നടത്തുന്നു, RSSകാരെ തിരികെ കയറ്റുന്നു. അപ്പോൾ ഇന്റേണലിയും തകർക്കുകയാണ്, എക്സ്റ്റേണലിയും തകർക്കുകയാണ്. ഇന്റേണലി വന്നിരുന്ന് വിദ്യാർത്ഥി വിരുദ്ധമായ തീരുമാനങ്ങൾ എടുക്കുന്നു. അപ്പോഴും നിങ്ങൾ ചോദിക്കുന്നു സംസ്ഥാന സർക്കാരല്ലേ? ഇതിനെയൊന്നും ആരും ചോദിക്കുന്നില്ല. ഇപ്പൊ ഇവിടെ RSSകാരെ തിരികെ കയറ്റിയില്ലേ?